നമ്മുടെ മലയാള സിനിമ ഒന്ന് രണ്ട് ദിവസമായിട്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. നിർമ്മാതാക്കൾ എന്നുവെച്ചാൽ നിർമ്മാണം നടത്തുന്ന നിർമ്മാതാക്കൾക്ക് വേണ്ടത്ര പൈസ തിരിച്ചു കിട്ടുന്നില്ല. വൻ പൈസയാണ് അവർ ചിലവഴിക്കുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അഭിനേതാക്കൾ തന്നെ നല്ല വിഹിതം വാങ്ങുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ചെലവുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് പോലും പല പൈസകളും അവർക്ക് കിട്ടുന്നില്ല. OTT അവർ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ മലയാള സിനിമയിലെ നിലവിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? എനിക്കൊന്ന് 2 ദിവസം മുമ്പിട്ടായിരുന്നു സിനിമയിലെ നിർമ്മാതാക്കളെല്ലാം കൂടെ ചേർന്നൊരു പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. നിർമ്മാതാക്കൾ നഷ്ടത്തിലാണ്, 100 കോടി ക്ലബ്ബ് ഉണ്ടെങ്കിലും 100 കോടി ക്ലബ്ബെല്ലാം പൊള്ളയാണ്, അതെല്ലാം നഷ്ടത്തിലാണ് ഓടുന്നതെന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞു വെച്ചിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് വെച്ച് ഇവരെല്ലാം കുറ്റപ്പെടുത്തിയിരുന്നത് റിവേഴ്സിനായിരുന്നു. സിനിമ റിവ്യൂ ചെയ്യുന്നവരാണ് സിനിമകളെല്ലാം പൊട്ടിക്കുന്നത്, അല്ലെങ്കിൽ സിനിമകളുടെ തോൽവികൾക്ക് പിന്നിൽ സിനിമ റിവ്യൂവേഴ്സാണ് എന്നുള്ള ടോക്ക് ഇവരെല്ലാം പറഞ്ഞിരുന്നു. ഈ ചില ചർച്ചയിലൊക്കെ കോക്കിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ സംസാരിച്ചു. അന്ന് ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. സിനിമ നശിപ്പിക്കുന്ന റിവ്യൂവേഴ്സാണെന്ന്. സിനിമ നല്ല സിനിമയാണെങ്കിൽ ആളുകൾ വന്ന് കാണും, ഇല്ലേ? പല സിനിമകളും തിയേറ്ററിൽ പരാജയപ്പെട്ടത് OTT വിജയിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മളെല്ലാം വല്ലപ്പോഴും ഒക്കെ സിനിമകൾ കാണുന്ന ആളുകളാണ്. അല്ലെങ്കിൽ നല്ല സിനിമകളാണ് എന്ന് ആളുകൾ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന ആഗ്രഹം കൊണ്ട് പോയി കാണുന്നവരാണ്. എല്ലാവരും കോടീശ്വരൊന്നും അല്ല. അവരവരുടെ കഷ്ടപ്പെടുന്ന കാശിൽ നിന്ന് ഒരു പങ്കെടുത്ത് നല്ലൊരു സിനിമയാണെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ തന്നെ പോയി തിയേറ്റർ എക്സ്പീരിയൻസിൽ സിനിമ കാണണമെന്ന ആഗ്രഹത്തോട് പോയി കാണുന്നവരാണ്. അപ്പോൾ ആ സിനിമ പോയി കാണാൻ ചെല്ലുമ്പോൾ നല്ല സിനിമയാണെങ്കിലേ നമ്മൾ കണ്ടിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ കിടന്ന് ഉറങ്ങിപ്പോവും, ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോവും, ലാഗുള്ള സിനിമകളൊക്കെ ആണെങ്കിലും. അപ്പം നല്ല സിനിമകൾ പ്രേക്ഷകര് വേണ്ടുന്ന രീതിയിൽ നിർമ്മിച്ചു കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നിർമ്മാതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അവർ കൃത്യമായിട്ട് ആ കാര്യം ചെയ്യാത്തതുകൊണ്ടല്ലേ പല സിനിമകളും പൊട്ടിപ്പോകുന്നത്. അതെ, മിക്ക സിനിമകളുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഒരു മെഗാസ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരെ അവരുടെ സിനിമയാണെങ്കിൽ തങ്ങൾ നിർമ്മിക്കും. പക്ഷെ നല്ല സ്ക്രിപ്റ്റ് ആണോ, അല്ലെങ്കിൽ ഡയറക്ഷൻ എങ്ങനെയാണ്, ഈ തലത്തിലേക്കൊന്നും അവർ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഒന്ന് നോക്കൂ, ഇന്നത്തെ കാലത്ത് മലയാള സിനിമ വളരെയേറെ മാറിയിരിക്കുന്നു. ഇന്ന് വലിയ വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ആളുകളെ ഒന്നും വലിയ ഒരു സിനിമ വിജയിപ്പിക്കാൻ ആവശ്യമൊന്നുമില്ല. നല്ലൊരു കഥ ഉണ്ടാകണം, നല്ലൊരു ത്രെഡ് ഉണ്ടാകണം, ആളുകളെ പിടിച്ചിരുത്താൻ കഴിയണം. അഭിനയ മികവുള്ള ഓരോ നല്ല നല്ല ചെറുപ്പക്കാരും ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നും വേണമെന്നില്ല ഒരു സിനിമ വിജയിപ്പിക്കാൻ. സാധാരണപ്പെട്ട ഇപ്പം നെസ്ലിലാണെങ്കിൽ അതുകൂട്ട് ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് നമ്മുടെ സിനിമാ ഫീൽഡിലുണ്ട്. അവരൊക്കെ നല്ല നല്ല സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഈ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ അതിനൊരു ഇൻഫ്ലുവൻസ് ഇല്ല. കാരണം കൂടുതൽ ആൾക്കാരും, കാരണം റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഒരു വ്യൂ വെച്ചിട്ടായിരിക്കും ആ സിനിമ വിലയിരുത്തുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സിനിമകളായിരിക്കും ഇഷ്ടം. നമുക്ക് ആ സിനിമയിലെ ചിലർക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ അത് ഈ റിവ്യൂ ബോംബിംഗ് വഴി തിയേറ്ററിൽ നല്ല മോശം റിവ്യൂ കിട്ടുന്ന സാധനമായിരിക്കും തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞിട്ട്. പക്ഷെ OTT വരുമ്പോഴത്തേക്കും ആൾക്കാർ കൂടുതൽ സ്വീകരിക്കും. അതുകൊണ്ടല്ല, ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയിരുന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടും. അത് നമ്മളൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. അത് എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നില്ല. പക്ഷേ സിനിമ റിവ്യൂ ഒന്ന് നോക്കൂ. കൂടുതൽ സിനിമകളും ഒരു ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റിവ്യൂകളൊക്കെ കൂടുതലും ഇറങ്ങി തുടങ്ങുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് പല സിനിമകളും നമ്മൾ അറിയുന്ന പോലുമില്ല. ഈ സിനിമ റിവ്യൂവേഴ്സ് ഉള്ളത് കൊണ്ടാണ് പല സിനിമകളും നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ ആ സിനിമകൾ പോലും നമ്മൾ അറിയത്തില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുന്നത് സിനിമയ്ക്ക് കൂടുതൽ പ്രൊമോഷൻ തന്നെയില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ദാവീദ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് മോളിൽ അതിന്റെ ഒരു വലിയ സെറ്റ് തന്നെയാണ് ഇട്ടത് അതിന്റെ പ്രൊമോഷനായിട്ട്. ഇപ്പൊ നല്ല രീതിയിൽ പ്രൊമോഷൻ നടക്കുന്നുണ്ട്. റോഡിയൻ ആണെങ്കിൽ തന്നെ അതിന്റെ പ്രൊമോഷനിലൂടെയാണ് അത്രയും ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നത്. അല്ല, ഇത് നോക്കൂ, വലിയ വലിയ താരങ്ങളാണെങ്കിൽ അതിൽ അവരുടേതായിട്ട് കൃത്യമായിട്ട് പ്രൊമോഷൻ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ആളുകളിലേക്ക് ഇപ്പൊ മോഹൻലാൽ അഭിനയിക്കാൻ പോകുന്ന പുതിയ സിനിമ, ഇപ്പൊ ലൂസിഫർ ആണെങ്കിൽ ലൂസിഫർ മോഹൻലാൽ അഭിനയിക്കുന്നു, ആ പൃഥ്വിരാജിന്റെ സംവിധാനം, അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. അത് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന താരങ്ങൾ വരുമ്പോൾ നമ്മളത് ചർച്ച ചെയ്യപ്പെടും. പക്ഷെ ഒന്നാലോചിച്ച് മലയാള സിനിമ ഇന്ന് മാറിയിരിക്കുന്നു. ഒരു ദിവസം 100 സിനിമയൊക്കെ ഇപ്പോൾ ഓരോ ദിവസവും ഇറങ്ങുന്നുണ്ട്. പല സിനിമകളും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. എത്ര സിനിമകളാണ് തിയേറ്ററിൽ വരുന്നത്? എല്ലാ സിനിമകളും നമുക്കറിയില്ല. കാരണം ഓരോ ദിവസവും 10, 30, 40, 50 സിനിമകളൊക്കെ നമ്മുടെ തിയേറ്ററിൽ വരുന്നുണ്ട്. ഇതിൽ 1, 2 സിനിമകൾ നിലനിന്ന് പോകുന്നു. അല്ലെങ്കിൽ അത്രയും സ്റ്റാർ വാല്യൂ ഉള്ള, അല്ലെങ്കിൽ അത്രയും കഥയുള്ള, അത്രയും ത്രെഡുള്ള സിനിമകളാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് പോകുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ജനങ്ങൾ ഏറ്റെടുക്കും. നല്ലൊരു സിനിമയാണോ, ജനങ്ങൾ അത് എന്നാണെങ്കിലും ഏറ്റെടുക്കും. ഇപ്പം 90 വർഷം മുമ്പിട്ടോ 10 വർഷം മുമ്പിട്ടോ എത്ര വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണെങ്കിലും
ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് ശരിയാണ്. റീ റിലീസുകളുടെ കാലം കൂടിയാണ്. കാരണം നമ്മുടെ വാത്സല്യമാണെങ്കിലും അതേപോലെ തന്നെ മണിച്ചിത്രത്താഴ്, ഇതിനൊക്കെ റിപ്പീറ്റ് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും ആ കളക്ഷനുകൾ കിട്ടുന്നത് തന്നെ. പക്ഷേ നമ്മുടെ നിർമ്മാതാക്കൾ കുറെ സിനിമകൾ മുന്നോട്ട് വെച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കോടി 50 കോടി ചെലവുകളിലാണ് നിർമ്മാതാക്കൾ നിർമ്മിച്ചത്. അത് നിർമ്മിച്ചതിന് ശേഷം തിയേറ്ററിൽ ടൊവിനോ തോമസിന്റെ തന്നെ ഐഡന്റിറ്റി ആ സിനിമ തന്നെ തിയേറ്ററിൽ പരാജയമായിരുന്നു. കാരണം ഒത്തിരി സിനിമകൾ അവർക്ക് ഇങ്ങനെ പരാജയം സംഭവിച്ചത് കൊണ്ടാണ് നിർമ്മാതാക്കൾ വന്ന് പറയുന്നത് താങ്കൾക്ക് ഇനി നിർമ്മിക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന്. കാരണം കൊടുക്കുന്നതൊന്നും തിരിച്ചു കിട്ടുന്നില്ല. ആ ഒരു വഴിക്കാണ്. OTT ആണെങ്കിൽ തന്നെ OTTയുടെ പല നിയമവശങ്ങളും ഉണ്ട്. അതനുസരിച്ച് അവർ സിനിമ സ്വീകരിക്കുന്നുള്ളൂ. അപ്പൊ ഇവർക്ക് ഒരു വിധത്തിലും ആ ഒരു സിനിമ ഏത് വിധത്തിലും വിൽക്കാൻ സാധിക്കുന്നില്ല. സിനിമ ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതലും സിനിമകളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളുകളാണ് ഇവരെല്ലാം. സിനിമ വിജയിക്കുമ്പോൾ അതിന്റെ നല്ലൊരു ഭാഗം ഇവർക്ക് കിട്ടുന്നില്ലേ? അപ്പൊ സിനിമ പൊട്ടുകയാണെങ്കിൽ ആ സിനിമയുടെ ബാധ്യതയും ഏറ്റെടുക്കേണ്ട ഇവർ തന്നെയാണ്. അതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ സാധാരണപ്പെട്ട ജനങ്ങൾ വന്ന് അവരുടെ ബാധ്യത ഏറ്റെടുക്കണോ? തിയേറ്ററിൽ അവർ നല്ലൊരു സിനിമ അവതരിപ്പിക്കാത്തതുകൊണ്ടല്ലേ അവർക്ക് ആ ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്നത്. നല്ല സിനിമയാണെങ്കിൽ ജനങ്ങൾ എന്തായാലും ഏറ്റെടുക്കും. കേരളത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. പാൻ ഇന്ത്യൻ സിനിമകളാണെങ്കിലും നല്ല സിനിമകൾ, നല്ല കഥയുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ എല്ലാ തിയേറ്ററിലും നല്ല രീതിയിൽ അത് ഓടുന്നുണ്ട്. നല്ല സിനിമകൾക്ക് തീർച്ചയായിട്ടും വേണ്ടത് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരിക്കണം. അതേപോലെ നല്ലൊരു ഡയറക്ടർ വേണം. അതിന്റെ പിന്നിലുള്ള എല്ലാ ആൾക്കാരും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു സിനിമ എടുത്ത് കൊണ്ടു കൊടുക്കണം. അപ്പൊ അത്തരം സിനിമകൾ നമ്മുടെ നിർമ്മാതാക്കൾ സെലക്ട് ചെയ്യാത്തതിന്റെ കൂടെ ഒരു കുറവാണോ? അതെ, പലപ്പോഴും നിർമ്മാതാക്കളെല്ലാം നോക്കുന്നത് വലിയ വലിയ താരങ്ങളുടെ ഡേറ്റ് മാത്രമാണ്. വലിയ താരങ്ങൾ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റാകും എന്നൊരു തോന്നൽ പല നിർമ്മാതാക്കൾക്കും ഉണ്ട്. അതുകൊണ്ട് വലിയൊരു തുക ഈ താരങ്ങൾക്ക് കൊടുത്തിട്ട് സിനിമയ്ക്ക് അത്രയും പോലും ചെലവാക്കാതെ എത്രയോ സിനിമ പിടിക്കുന്ന ആളുകളുണ്ട്. ആ സിനിമയിൽ ഒരു കഥയും കാണത്തില്ല. പക്ഷെ താരത്തിന് വലിയൊരു തുക കൊടുത്ത് ആ സിനിമ ചിത്രീകരിക്കുന്നു, ഒരു പ്രയോജനവുമില്ല. പക്ഷെ അതേസമയം നല്ല സംവിധായകർ, താഴെ ബാക്കിയുള്ള ക്രൂ ആണെങ്കിലും നല്ല ക്രൂവിനെ വെച്ച് ആ ഒരു സിനിമ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് വരും. നല്ലൊരു കഥയാണെങ്കിൽ ആ സിനിമ തീർച്ചയായും വിജയിക്കും. അതിന് വലിയ താരമൂല്യം വേണമെന്നൊന്നുമില്ല. അതിൽ കൂടുതൽ നമ്മളിപ്പോൾ മാർക്ക് ഇറങ്ങി 100 കോടി ക്ലബ് എടുത്തു. അപ്പൊ അതിനുശേഷം വരുന്ന ഒരു ട്രെൻഡാണ്. കാരണം അടുത്ത സിനിമയും ഇനിയിപ്പോൾ എമ്പുരാൻ വരുമ്പോഴാണെങ്കിലും അതിന്റെയും ടാർഗറ്റ് എന്തായിരിക്കും? ഈ 100 കോടി കടക്കണം എന്നുള്ളതാണ്. അപ്പൊ പിന്നീടുള്ള സിനിമകൾ ഈ ഒരു ക്ലബ്ബ് വന്നതിന് ശേഷം മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ കിട്ടിയത്. കാരണം സൗബിൻ ഷബന്റെ ഉൾപ്പെടെ റെയ്ഡൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അവര് ഇനിയുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 100 കോടി ക്ലബ്ബാണ്. എങ്ങനെയും ആ ഒരു 100 കോടി ക്ലബിലേക്ക് എത്തിക്കണം. അതിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു ഫെയിമുള്ള അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ അതിനകത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഫാൻ ബേസിൽ തന്നെ കുറെ ആൾക്കാർ തിയേറ്ററിലേക്ക് എത്തും. കാരണം അങ്ങനെ എത്രയോ ഇപ്പൊ ഒടിയൻ തന്നെ തിയേറ്ററിൽ വിജയമായിരുന്നു. കാരണം ആ സിനിമ എന്ന് പറയുന്നത് അത്രയും പ്രൊമോഷനിലൂടെ ഒരുപാട് ആൾക്കാർ തിയേറ്ററിലേക്ക് എത്തി എന്നതുകൊണ്ടാണ് അത് വിജയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു 100 കോടി ക്ലബ് എന്ന് പറയുന്ന ടാർഗറ്റ് ഉള്ളത് കൊണ്ടല്ലേ ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ മലയാള സിനിമയ്ക്ക് ഇത്രയും ഒരു പതനം ഉണ്ടാവുന്നത്. ഇപ്പൊ രേഖാചിത്രം തന്നെ അത് 3 കോടിക്കൊന്ന് നിർമ്മിച്ച ഒരു സിനിമയാണെന്നാണ് പറയുന്നത്. 15 കോടിയാണ് തിയേറ്ററിൽ കളക്ട് ചെയ്തത്. പക്ഷെ രേഖാചിത്രത്തിന് നമ്മൾ നേരത്തെ കണ്ടത്ര ഇത്രയും വലിയ ആഘോഷിക്കപ്പെടുന്ന പ്രൊമോഷൻസ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അല്ല, എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകളുടെ കോസ്റ്റ് മാത്രമല്ല. ഇപ്പോൾ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എല്ലാവരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 കോടി ക്ലബിൽ കയറണമെങ്കിൽ ഒരു 50 കോടി 100 കോടിയുടെ ചിത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ 100 കോടി ക്ലബിൽ കയറത്തുള്ളൂ. അല്ലെങ്കിൽ കയറണമെങ്കിൽ അത്രയും ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആളുകളുടെ ചിന്താഗതികളുണ്ട്. എന്തിനാണ് ഇവർ ഇത്രയും കോടികൾ കൊടുത്ത് വലിയൊരു സിനിമ ചിത്രീകരിക്കാൻ പോകുന്നത്? ആ ചിത്രീകരിക്കുന്ന സിനിമയിലെ കഥയുണ്ടോ, അല്ലെങ്കിൽ ആ സിനിമ നല്ലൊരു സംവിധായകനാണോ അത് ചിത്രീകരിക്കുന്നത്? ഇതൊന്നും ഇവരെ ആലോചിക്കുന്നില്ല. ആരെങ്കിലും ഒരു കഥ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിനിമ ചിത്രീകരിക്കാൻ നിൽക്കുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കൊരു ചിത്രം ഉണ്ടാക്കുക, അതിൽ അവർക്ക് നല്ലൊരു താരമൂല്യമുള്ളൊരു നടൻ അഭിനയിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഈ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഏറെക്കുറെ ഈ സിനിമ കണ്ട ആൾക്കാരല്ല ഈ റിവ്യൂ കൂടുതൽ കാണുന്നത്. സിനിമ കണ്ട ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ റിവ്യൂവേഴ്സ് ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഏറ്റവും പെട്ടെന്ന് എത്തിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഒരു സിനിമ ഇറങ്ങി ആദ്യത്തെ ദിവസം അത് ഒരു ഉച്ച അല്ലെങ്കിൽ ഈവനിങ് ആകുമ്പോഴത്തേക്ക് അതിനെ റിവ്യൂ ഇട്ടിരിക്കണം. കാരണം എത്ര ലക്ഷം ആൾക്കാരാണ് ആ റിവ്യൂ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത്രയും ലക്ഷം ആളുകൾ ആ റിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടായിട്ടല്ലേ? ഇപ്പം എനിക്ക് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു, എൻ്റെ രീതിയിൽ എൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ആ കണ്ടന്റ്. എല്ലാവരും റിവ്യൂ കണ്ട് സിനിമ കാണാൻ പോകുന്ന ആളുകളൊന്നുമല്ല. റിവ്യൂ എന്തായാലും നോക്കും. നോക്കിയതിന് ശേഷം ആ കുഴപ്പമില്ല എന്നൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ തിയേറ്ററിൽ പോയി കാണത്തുള്ളൂ. അങ്ങനെയാണ് ഇന്ന് പല ആളുകളും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്
റിവ്യൂവിന് അത്രത്തോളം വാല്യൂ ഉണ്ട്. കാരണം റിവ്യൂ ചെയ്യുന്ന എന്തോരം ആളുകളാണുള്ളത്. അവരുടെ പേഴ്സ്പെക്റ്റീവിലാണ് അവരുടെ വ്യൂവേഴ്സ് ഉള്ളത്. അപ്പോൾ അവരുടെ വ്യൂവേഴ്സിന് തോന്നിയാണ് ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള പടമാണ്, അപ്പോൾ എനിക്കത് കാണണം, തിയേറ്ററിൽ പോയി ഒന്ന് കാണണം, തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുന്നുണ്ട്. ഈ റിവ്യൂവേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് പല സിനിമകളും ഓടുന്നത്. അതായത് ഈ റിവ്യൂവേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ അത് ആരും അറിയാതെ പോയേനെ. അല്ലെങ്കിൽ താരമൂല്യമുള്ള സിനിമകൾ മാത്രം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് എല്ലാ തരത്തിലുള്ള സിനിമകളും തിയേറ്ററിൽ ഓടുന്നുണ്ടെങ്കിൽ അത് റിവ്യൂവേഴ്സിൻ്റെ ഒറ്റ ആളുകൾ കൊണ്ട് മാത്രമാണ്. കാരണം അവരുടെ കയ്യിലുള്ള പൈസ മുടക്കി അവർ തിയേറ്ററിൽ പോയി ഓരോ കൊച്ചു പടങ്ങളും ചെറിയ പടങ്ങളും വലിയ പടങ്ങളും കണ്ടിട്ട് അവർ റിവ്യൂ പറയുമ്പോൾ, ചെറിയ പടമാണെങ്കിൽ പോലും നല്ലൊരു കഥയാണെങ്കിൽ അവർ നല്ലൊരു റിവ്യൂ പറയുമ്പോൾ അത് കാണാൻ, നല്ലൊരു സിനിമയായിട്ട് തിയേറ്ററിൽ പോയി കാണണം, ആ സിനിമ തിയേറ്ററിൽ നിലനിർത്തണം എന്നുള്ള ആഗ്രഹത്തോടെ ഒരുപാട് പേർ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരുടെ അപ്പോൾ സിനിമ എങ്ങനെ വിലയിരുത്തണം എന്നുള്ള ചിന്താഗതി മാറിയിട്ടുണ്ട്. ഏത് രീതിയിൽ, കാരണം സ്റ്റാർ വാല്യൂ മാത്രമല്ല അവർ നോക്കുന്നത്, നല്ല കഥ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിലേക്ക് അവർ കൂടുതൽ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും അതിന്റെ എല്ലാ സൗണ്ട് ആണെങ്കിലും എല്ലാം ഇഷ്ടപ്പെട്ട് എല്ലാം നന്നായിട്ട് നോക്കുന്ന പ്രേക്ഷകരാണ് നമുക്കുള്ളത്. അപ്പൊ അതനുസരിച്ച് ഇനി നിർമ്മാതാക്കൾ മാറണം എന്നാണോ പറയുന്നത്? അതെ, നിർമ്മാതാക്കൾ മാറണം. കാരണം ഫിനാൻസ് ഇട്ടൊരു സിനിമ ചിത്രീകരിക്കാൻ പോകുമ്പോൾ അതിനകത്ത് ആ സിനിമ നല്ലതാണെങ്കിൽ മാത്രമേ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ട സിനിമ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പ്രൊഡ്യൂസറിനും ആ താരങ്ങൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സിനിമ വിജയിക്കുമോ? ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. ഫസ്റ്റ് ഷോയ്ക്ക് വരുന്ന അല്ലെങ്കിൽ 2-3 ദിവസം കാണുന്ന ജനങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ അവർ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യൂ. ഇപ്പം എന്നോട് പല ആളുകളും ചോദിക്കട്ടെ, ആ സിനിമ നീ പോയി കണ്ടോ, ആ സിനിമ എങ്ങനെയുണ്ട്, തിയേറ്ററിൽ പോയി കാണാൻ കൊള്ളാമോ? ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വാമൊഴി രൂപേണാണ് ഇന്നും പല സിനിമകളും തിയേറ്ററിൽ പോയി കാണുന്നത്. അല്ലെങ്കിൽ ആ സിനിമ കാണാൻ പോകുന്നു, ഇപ്പം ശമ്പളം കിട്ടുമ്പോൾ ഒരു പൈസ വരും, അപ്പോൾ ആ പൈസക്ക് തിയേറ്ററിൽ പോയി ഏതെങ്കിലും സിനിമ കാണാം. അപ്പോൾ തിയേറ്ററിൽ ഏത് സിനിമയാണ് ഉള്ളത്, അതിൽ ഏതാണ് ബെസ്റ്റ് സിനിമ എന്ന് നോക്കിയിട്ടാണ് പലപ്പോഴും ഞാനൊക്കെ പോയി സിനിമ കാണുന്നത്. അപ്പോൾ ആ സിനിമ നല്ലതാണോ അല്ലയോ എന്ന് ഞാൻ 10 പേരോട് ചോദിക്കും. കാരണം ഞാൻ ഒരു പൈസ കൊടുത്ത് സിനിമ കാണാൻ പോകുമ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടണ്ടേ? ഞാൻ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു വില എനിക്ക് ആ സിനിമയിൽ നിന്നും കിട്ടണ്ടേ? തീർച്ചയായിട്ടും. ഇത്തരം പ്രൊമോഷൻസിനെ മാത്രം കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം പ്രൊമോഷൻസ് വരെ പൊള്ളയാണെന്ന് പല സിനിമകളും നമ്മളെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിർമ്മാതാക്കൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക തന്നെയാണ് വേണ്ടത്. തിരക്കഥകൾ തിരഞ്ഞെടുക്കുമ്പോഴാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒരു സ്റ്റാർ വാല്യൂവിനപ്പുറത്തേക്കും നല്ല സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. നമ്മുടെ സത്യജിത് റേയെ പോലുള്ളവർ ചെയ്തിരുന്ന സിനിമകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ സ്റ്റാർ വാല്യൂവിനപ്പുറത്തേക്കും സിനിമ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം, ഒരു ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു മുഖം മാറ്റി അല്ലെങ്കിൽ മുഖം നല്ല രീതിയിൽ കാണിച്ചിരുന്ന ആളാണ് സത്യജിത് റേ പോലുള്ളവർ. അപ്പൊ അതേപോലെ നല്ല സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ എന്തായാലും സ്വീകരിക്കുകയും ചെയ്യും, നല്ല വരുമാനം തിരിച്ചു കിട്ടുകയും ചെയ്യും.